ഹലോ, ഇന്ന് നമ്മുടെ വർക്കൗട്ട് തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വാമപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് എല്ലാ ദിവസവും ഇനി ഞാൻ കാണിക്കത്തില്ല. ഈ വാമപ്പ് നമ്മൾ എല്ലാ വർക്കൗട്ടിന് മുമ്പേയും ചെയ്യേണ്ടതാണ്. ഇത് ഹെഡിൽ നിന്ന് തുടങ്ങി നമ്മുടെ കാല് വരെയുമാണ് നമ്മൾ ഈ വാമപ്പ് ചെയ്യേണ്ടത്. നമ്മൾ കഴുത്തിന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം റൈറ്റ് സൈഡ്, 3 പ്രാവശ്യം ലെഫ്റ്റ് സൈഡായിട്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ്. ഷോൾഡർ ഒന്ന് ബെൻഡ് ചെയ്ത് മുകളിലോട്ട് കയറ്റി താഴേക്ക് ഇറക്കുക. അതിനുശേഷം കൈ റൊട്ടേറ്റ് ചെയ്ത് ഇത് എൻ്റേതായ ഒരു ഇതാണ്. കൈ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഷോൾഡറിന് എന്തെങ്കിലും പെയിനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കിട്ടും. ഒന്ന് നന്നായിട്ട് ഇതൊരു 6 പ്രാവശ്യം നിങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 2 സൈഡിലേക്കും സ്ട്രെച്ച് ചെയ്യാണ്. നമ്മുടെ ഹിപ്പ് ഭാഗത്തേക്ക് നല്ലൊരു സ്ട്രെച്ചസാണ് നമുക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് ഇത് ചെയ്യുമ്പോൾ ഒരു 6 തവണ ഓരോ സൈഡിലും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇത് നോക്കിയേ, നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വളരെ സാവധാനം ഇത് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ക് ബോണിൻ്റെ ഭാഗമൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഇത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പിന്നീട് സാവകാശം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും നമ്മൾ ഈ ഇച്ചിരി വെയിറ്റ് ഉള്ളവർ ഈ ചാടിയുള്ള ഒരു വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങരുത്. നമ്മൾ നന്നായിട്ട് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് വർക്കൗട്ടിലേക്ക് പോവുക. ഇത് ഹിപ്പ് റൊട്ടേറ്റാണ്. ഹിപ്പ് റൊട്ടേറ്റ് ഒരു 3 പ്രാവശ്യം റൈറ്റും ലെഫ്റ്റുമായിട്ട് നമ്മൾ ചെയ്യണം. ഇത് ക്രോസ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇടുപ്പ് വയറിലെ ബെല്ലി ഫാറ്റൊക്കെ മാറുന്നതിന് നല്ലതാണ്. ഒന്ന് ബോഡി വാമപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. കാല് സ്ട്രെച്ചസാണ്. കാല് വളരെ സൂക്ഷിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട്, ആരും തന്നെ വീഴരുത്. ഷൂ തന്നെ ഉപയോഗിക്കാത്തത് കാല് എങ്ങനെ പെരുവിരൽ കൊടുത്ത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് എല്ലാവരും നിൽക്കുക. കാല് നന്നായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കണം. സത്യം പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി വെയിറ്റുള്ളവർക്ക് സ്ട്രെച്ചസ് വളരെ നല്ലൊരു വർക്കൗട്ട് കൂടെയാണ്. കാലിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തൊക്കെ കാലിൻ്റെ ഏറ്റവും കൂടുതൽ വെയിറ്റ് കൊള്ളുന്നൊരു ഭാഗമാണ്. അവിടെ പെയിൻ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മാറാനും ഈ സ്ട്രെച്ചസ് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇത് എല്ലാ വർക്കൗട്ടിന് മുമ്പ് ഇത് ചെയ്യേണ്ടതാണ് കേട്ടോ. ധാരാളം വെള്ളം കുടിക്കുക, സ്റ്റേ ഹെൽത്തി. പിന്നെ നമുക്ക് ഓരോ ദിവസം ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഈ സ്ട്രെച്ചസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഭിത്തിമേൽ ഒരു കൈ കൊടുത്തോളണം. താങ്ക് യു.